കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അധികാരം പിടിക്കാനും നിലനിർത്താനുമുള്ള പോരാട്ടങ്ങളിൽ മദ്യം എപ്പോഴും ഒരു നിർണായക ഘടകമാണ്. ഒരു സർക്കാരിനെ താഴെ ഇറക്കാനും മറ്റൊരു മുന്നണിയെ അധികാരത്തിലേറ്റാനും കെൽപ്പുള്ള വിവാദങ്ങൾ പലപ്പോഴും ബാർ ലൈസൻസുകളുമായും മദ്യനയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. UDF സർക്കാരിന്റെ പതനത്തിന് ആക്കം കൂട്ടിയ ബാർക്കോഴ വിവാദം മുതൽ ഇപ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ എണ്ണത്തിലുണ്ടായ അത്ഭുതപൂർവമായ വർധനവും പ്രവർത്തന സമയം നീട്ടി നൽകിയതും വരെ നീളുന്ന സംഭവ വികാസങ്ങൾ കേരളത്തെ വീണ്ടും ഒരു രാഷ്ട്രീയ പോരിലേക്ക് നയിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേരളം ഏറ്റവും വലിയ ബാർ വിവാദത്തിന് സാക്ഷ്യം വഹിച്ചത്. നിലവാരമില്ലാത്ത 418 ബാറുകൾ പൂട്ടാൻ സർക്കാർ തീരുമാനിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തുടർന്ന് പഞ്ചനക്ഷത്ര പദവിയിലുള്ള ഹോട്ടലുകൾക്ക് മാത്രമായി ബാർ ലൈസൻസ് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കുക എന്നതായിരുന്നു അന്നത്തെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ബാറുകൾ തുറക്കാൻ അന്നത്തെ ധനമന്ത്രി KM മാണി കോഴ വാങ്ങിയെന്ന ആരോപണവുമായി ബാർ ഉടമ ബിജു രമേശ് രംഗത്തെത്തിയതോടെ UDF പ്രതിരോധത്തിലായി. മാണിക്ക് രാജിവെക്കേണ്ടി വരികയും വിജിലൻസ് അന്വേഷണം നേരിടേണ്ടി വരികയും ചെയ്തു. ഈ വിവാദം 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന്റെ കനത്ത തോൽവിക്ക് പ്രധാന കാരണമായി. അന്ന് ബാറല്ല സ്കൂളുകളാണ് തുറക്കേണ്ടതെന്ന മുദ്രാവാക്യവുമായി LDF അധികാരത്തിലേറി. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ മദ്യവർജനം എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ ഭരണമേറ്റയുടൻ മദ്യനയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. പഞ്ചനക്ഷത്ര ഹോട്ടലുകൾക്ക് മാത്രം നൽകിയിരുന്ന ലൈസൻസ് 3 സ്റ്റാർ പദവിയിലുള്ള ഹോട്ടലുകൾക്ക് കൂടി നൽകാൻ തീരുമാനിച്ചു. ഇതിന്റെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു. 2016 LDF അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനത്ത് വെറും 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 9.5 വർഷം പിന്നിടുമ്പോൾ ബാറുകളുടെ എണ്ണം 884 ഉയർന്നു. അതായത് ബാറുകളുടെ എണ്ണത്തിൽ ഏകദേശം 30 മടങ്ങ് വർധനമാണ് ഉണ്ടായത്. ബെബ്കോ ഔട്ട്ലെറ്റുകൾ 309 നിന്ന് 336 വർദ്ധിച്ചു. ഈ കാലയളവിൽ കള്ളുഷാപ്പുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായില്ലെന്ന് മാത്രമല്ല 5177 നിന്ന് 5171 കുറയുകയും ചെയ്തു. ബാറുകൾക്ക് വാരിക്കോരി ലൈസൻസ് നൽകുന്ന സർക്കാർ നയം വലിയ വിമർശനങ്ങൾക്കും വഴിയൊരുക്കി. മുൻപ് ഒരു പ്രദേശത്ത് മദ്യശാലകൾ തുടങ്ങണമെങ്കിൽ ആ പ്രദേശത്തെ പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെ അനുമതി ആവശ്യമായിരുന്നു. പ്രാദേശികമായ പ്രതിഷേധങ്ങൾ പരിഗണിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ പലപ്പോഴും അനുമതി നിഷേധിക്കാറുണ്ടായിരുന്നു. എന്നാൽ 2017 പിണറായി സർക്കാർ കേരള പഞ്ചായത്ത് ആക്ട് ഭേദഗതി ചെയ്തു. മദ്യശാലകൾ തുടങ്ങാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ NOC വേണ്ട എന്നതായിരുന്നു ഭേദഗതി. ഇതോടെ ജനവാസ കേന്ദ്രങ്ങളിലും സ്കൂളുകൾക്ക് സമീപവും ബാറുകൾ തുടങ്ങുന്നത് തടയാനുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ അധികാരം ഇല്ലാതായി. മദ്യ മുതലാളിമാർക്ക് അനുകൂലമായ ഏറ്റവും വലിയ തീരുമാനവുമായി ഇത് വിലയിരുത്തപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവാദം ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി നൽകിയതാണ്. ബാർ ഉടമകളുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ നൽകിയ അപേക്ഷയിൽ സർക്കാർ എടുത്ത നടപടിയുടെ വേഗത എല്ലാവരെയും അമ്പരപ്പിച്ചു. എക്സൈസ് മന്ത്രി MB രാജേഷ് അപേക്ഷ മുഖ്യമന്ത്രിക്ക് കൈമാറി വെറും 49.5 മണിക്കൂറിനുള്ളിൽ ഇതിന് അനുമതി ലഭിച്ചു. ഫെബ്രുവരി 17 ഇതിനായുള്ള ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങി. പ്രവർത്തന സമയം നീട്ടിയതല്ല, മറിച്ച് ഏകീകരിച്ചതാണെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്ക് ഇത്തരം ഇളവുകൾ ആവശ്യമാണെന്ന് മന്ത്രി MB രാജേഷ് വാദിക്കുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാർ ഉടമകളിൽ നിന്ന് വൻതോതിൽ ഫണ്ട് സമാഹരിക്കാനുള്ള തിരഞ്ഞെടുപ്പ് ഡീലാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷവും മദ്യവിരുദ്ധ സമിതികളും ആരോപിക്കുന്നു. ഈ ബാർ വിവാദത്തിലെ ഏറ്റവും രസകരമായ വശം പ്രതിപക്ഷത്തിന്റെ നിലപാടാണ്. മുൻകാലങ്ങളിൽ ബാർ വിഷയത്തിൽ നിയമസഭയും തെരുവുകളും ഇളക്കി മറിച്ചിരുന്ന പ്രതിപക്ഷം ഇത്തവണ മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നത്. ബാറുകളുടെ സമയം നീട്ടിയതിനെതിരെ ഗൗരവകരമായ പ്രതിഷേധങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം പ്രതിപക്ഷം കൂടി അറിഞ്ഞതാണെന്ന മന്ത്രി MB രാജേഷിന്റെ പ്രസ്താവന പ്രതിപക്ഷത്തെ പ്രതികൂട്ടിലാക്കുന്നു. ബാർ ഉടമകൾ തങ്ങളെയും കാണാൻ വന്നിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മതിച്ചത് ഈ ആരോപണത്തിന് ബലം നൽകുന്നു. സർക്കാർ ചർച്ച നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ബാർ ഉടമകളും പ്രതിപക്ഷവും തമ്മിൽ അവിശുദ്ധമായ എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന സംശയം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. സർക്കാരിന്റെ മദ്യാനുകൂല നയങ്ങൾക്കെതിരെ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സംഘടനകളും KCBC മദ്യവിരുദ്ധ സമിതിയും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. മദ്യനയത്തിൽ വെള്ളം ചേർത്ത് ബാറുകൾക്ക് വാരിക്കോരി ഇളവ് നൽകുന്നത് തലമുറകളെ നശിപ്പിക്കുമെന്നാണ് ഇവരുടെ പക്ഷം. മാസത്തിലെ 1-ാം തീയതി പിൻവലിക്കാനുള്ള നീക്കം വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് സർക്കാർ താൽക്കാലികമായി മാറ്റിവെച്ചത്. എന്നാൽ സമയം നീട്ടി നൽകിയതിലൂടെ സർക്കാർ ബാർ മുതലാളിമാർക്ക് കീഴടങ്ങി എന്നിവർ ആരോപിക്കുന്നു. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മദ്യവിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് സർക്കാരിന്റെ പരോക്ഷമായ വാദവും. എന്നാൽ മദ്യം വരുത്തുന്ന സാമൂഹിക ആഘാതങ്ങൾ ഈ വരുമാനത്തെക്കാൾ വലുതാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മദ്യനയത്തിൽ വരുത്തുന്ന ഓരോ മാറ്റവും വലിയ സാമ്പത്തിക ഇടപാടുകൾക്ക് വഴിയൊരുക്കുന്നു എന്ന യാഥാർത്ഥ്യം കേരള രാഷ്ട്രീയത്തിൽ പുതിയതല്ല. പണ്ട് KM മാണിക്കെതിരെ ആയുധമാക്കിയ അതേ കോഴ ആരോപണം ഇന്ന് LDF സർക്കാരിന് നേരെയും തിരിയുന്നു. മാണി സാറിന്റെ മകൻ ജോസ് കെ മാണി ഇന്ന് LDFന്റെ ഭാഗമാണ്. അന്ന് മാണിയെ പുറത്താക്കാൻ സമരം ചെയ്തവർ ഇന്ന് ബാർ ഉടമകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന വൈരുദ്ധ്യമാണ് കേരളം കാണുന്നത്. കേരളത്തിലെ ബാർ വിവാദം കേവലം മദ്യത്തിന്റെ ലഭ്യതയെക്കുറിച്ചുള്ളതല്ല, മറിച്ച് രാഷ്ട്രീയ ധാർമ്മികതയും
അധികാര കസേരകൾക്ക് പിന്നിലെ രഹസ്യ ഇടപാടുകളെയും കുറിച്ചുള്ളതാണ്. 29 ബാറുകളിൽ നിന്ന് 884 ബാറുകളിലേക്കുള്ള വളർച്ചയും മിന്നൽ വേഗത്തിൽ സമയം നീട്ടി നൽകിയതും വിരൽ ചൂണ്ടുന്നത് ശക്തമായ ലോബിയിലേക്കാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഷയം എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മദ്യവർജനം പ്രസംഗിക്കുകയും മദ്യവ്യാപനം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ജനങ്ങൾക്കിടയിൽ സർക്കാരിന്റെ വിശ്വസ്തത കുറയ്ക്കാൻ കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ മൗനവും നിഗൂഢവുമായ പ്രതികരണങ്ങളും കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. ബാർ വിവാദങ്ങൾ രാഷ്ട്രീയക്കാർക്ക് പണമുണ്ടാക്കാനുള്ള വഴിയാകുമ്പോൾ തകരുന്നത് സാധാരണക്കാരന്റെ കുടുംബ ഭദ്രതയും സാമൂഹിക സമാധാനവുമാണ്.